റംസാനൊക്കെ അല്ലേ. റംസാൻ ലീവ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീട്ടിലൊന്നും ബോറടിച്ചപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞ് വെള്ളോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വണ്ടി എടുത്ത് ചുമ്മാ അവിടെ ഇവിടെയും തേരാപ്പാര പോവാം. അപ്പോൾ പിന്നെ നല്ല സുന്ദരിയായിട്ട് പോകാമെന്ന്. ഈ കല്യാണത്തിനൊക്കെ പോകുന്ന പോലെ അതാണ് ഈ ഗെറ്റപ്പ് കേട്ടോ. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം തോന്നി അതങ്ങ് നടത്തിയേക്കണമെന്നേ, മറ്റുള്ളവരെ നോക്കാൻ നിൽക്കണ്ട. ഇത് എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ സ്ലിപ്പായി പോയത്, അല്ലാതെ ഞാൻ മുകളിൽ നിന്ന് ആംഗിൾ എടുക്കാൻ നോക്കിയതല്ല. അപ്പം ഞാൻ വണ്ടി ഓടിച്ച് ഏതോ കണ്ടത്തിൽ കൂടിയൊക്കെ പോയി അപ്പം കണ്ടൊരു വ്യൂ ആണ് കേട്ടോ ഇത്. എനിക്ക് തോന്നിയത് തിരുവല്ല വേങ്ങ സൈഡാണെന്ന്. ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റപാടെ എനിക്കേ അറിയത്തുള്ളൂ. അപ്പോഴാണ് ഇവളുമാർ വിളിച്ചിട്ട് പറഞ്ഞത് ഇവർ എസ്കോബാറിലുണ്ട് അങ്ങോട്ട് വരാൻ. ഇത് പ്രിറ്റി നിഷാന, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ നിഷാനയുടെ ഹസ്ബൻഡാണ് കേട്ടോ ആ ഇരിക്കുന്നത്, ആദ്യത്തെയും അവസാനത്തെയും ഒരേ ഒരു ഹസ്ബൻഡ്. ഇത് പിന്നെ പ്രിറ്റിയുടെ കുറച്ച് കസിൻസാണ്, സുട്ടു, പിന്നെ അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇവരെയൊക്കെ കാണാൻ പറ്റി. ഇവർ കോട്ടയത്തിന് തിരിച്ചു പോകണം കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇവരോട് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് അമ്മ വിളിച്ചിട്ട് പറഞ്ഞത് പ്രണവിന് മന്തി വേണം, മന്തി വാങ്ങിച്ചുകൊണ്ട് വരാൻ. പിന്നെ ഞാൻ BBQൽ പോയപ്പോൾ ബിവറേജ് ഇല്ലാത്ത ക്യൂ ആണ്. റംസാനൊക്കെ അല്ലേ, എല്ലാവരും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വന്നായിരിക്കും. ഞാൻ ഹാഫ് അൽഫാം മന്തി ഓർഡർ ചെയ്തിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ അതുവഴി നടക്കുമായിരുന്നു. അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്, നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കും, നമ്മൾ തീരുമാനിക്കും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് എൻ്റെ പ്ലാൻ എന്താണെന്നറിയോ, ജസ്റ്റ് ചുമ്മാ വണ്ടി എടുത്ത് അവിടെ ഇവിടെ പോയി നിന്നിട്ട് തിരിച്ച് വീട്ടിൽ വരണമെന്ന്. ഞാനിന്ന് പ്രിറ്റിയനെ കണ്ടു, നിഷാനെ കണ്ടു, നിഷാൻ്റെ ഹസ്ബൻഡിനെ കണ്ടു, എസ്കോബാറിൽ പോയി, BBQൽ മന്തി വാങ്ങാനിരിക്കുന്നു. ഇതൊന്നും ഞാൻ പ്ലാൻ ചെയ്തതല്ല. അതാണ് പറയുന്നത്, നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും മുകളിലിരിക്കുന്ന ഒരാൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഒരു സെക്കൻഡ് പോലും കടന്നു പോകത്തുള്ളൂ. അങ്ങനെ ഫൈനലി എൻ്റെ ഈ ഫുഡ് കിട്ടി. ഞാൻ നേരെ വീട്ടിൽ പോയി. എനിക്കറിയത്തില്ല ഈ ഫുഡ് ബ്ലോഗേഴ്സൊക്കെ എങ്ങനെയാണ് ഈ ഫുഡ് കഴിക്കാൻ നോക്കുന്നതെന്ന്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ട് എന്നെക്കൊണ്ടൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഞാൻ കണ്ടമാതിരി വലിച്ചു വരെയാൻ കഴിച്ചു. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ സാലഡ് ഇല്ലായിരുന്നു. തിരക്കിനിടയ്ക്ക് അവർ വെക്കാൻ മറന്നായിരിക്കും. പോട്ടെ, നമ്മുടെ മലയാളികൾ ഒരു ചെറിയ കുറ്റം കണ്ടാലും പറയുമല്ലോ, അതുകൊണ്ട് പറഞ്ഞ. ഫൈനലി ഞാൻ തണ്ണിമത്തങ്ങ ജ്യൂസൊക്കെ ഒടിച്ചിട്ട് കിടക്കാൻ പോയി. വെൻ ഇറ്റ് വാസ് എ നൈസ് ഡേ.